ഒത്തിരി ആർഭാടങ്ങളൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കുന്ന നല്ലൊരു അടിപൊളി ബീഫ് ഡ്രൈ ഫ്രൈ ആണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 350 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കുറച്ച് വലിയ ക്യൂബായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു അര സ്പൂൺ ഉപ്പും അര സ്പൂൺ ഗരം മസാലയും ചേർത്ത് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഗരം മസാലയാണ് കേട്ടോ. ഒരു പ്രത്യേക മണവും രുചിയാണ് നമ്മൾ ഇതുപോലെ ഗരം മസാല വീട്ടിൽ തയ്യാറാക്കുമ്പോൾ. വീഡിയോ ലിങ്ക് ഇതാ മുകളിൽ വരുന്ന ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കിട്ടും, ഇല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നന്നായിട്ട് ഉപ്പും മസാലയും പുരട്ടിയ ശേഷം കുക്കറിൽ ഒരു 2 വിസിലിന് വേവിച്ചെടുക്കാം. ഓവർ കുക്കായി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കിതിന് നീട്ടത്തിൽ മുറിച്ചെടുക്കാനുള്ളതാണ്. 1/4 ഗ്ലാസ് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ 2 വിസിലിന് വെന്തതാണ്. അതിൻ്റെ വെള്ളം ഒട്ടും ഇല്ലാതെ ആ പീസ് മാത്രമായിട്ട് ഞാൻ പുറത്തേക്ക് എടുക്കുന്നുണ്ട്. ഇത് ഇനി ഇതുപോലെ നീട്ടത്തിൽ നമുക്ക് മുറിച്ചെടുക്കാം. വല്ലാതെ അങ്ങ് വെന്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ മുറിക്കുന്ന സമയത്ത് കഷ്ണങ്ങൾ ഉടഞ്ഞു പോകും. ഇതിപ്പോൾ ഒരു 1/4 വേവേ ആയിട്ടുള്ളൂ. ഇതിനെ എണ്ണയിലിട്ട് നമുക്ക് വറുത്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു വേവിന് ഈ ഒരു കനത്തിന് നമുക്ക് മുറിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കൊരു മസാല തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. ഇതിനി നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത് കുക്കറിൽ ബാക്കിയിരിക്കുന്ന ആ ബീഫ് സ്റ്റോക്ക് ഉണ്ടല്ലോ അതിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്താണ് ബീഫ് വേവിച്ചത്. അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉണക്കമുളക് ചതച്ചതും കൂടെ ചേർത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീഫും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഈ ചതമുളക് ഞാൻ എടുത്തിരിക്കുന്നത് 2 സ്പൂണാണ് കേട്ടോ. എരിവിനനുസരിച്ച് നിങ്ങൾക്കത് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു 2 മണിക്കൂർ നേരമെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഇത് വറുത്തെടുക്കാനായിട്ട് ഞാൻ ഈ ഒരു കാസ്റ്റ് അയൺ കടായിയാണ് കേട്ടോ എടുക്കുന്നത്. കിച്ചാര ബ്രാൻഡിൻ്റെയാണ്. ഇത് വേണ്ടവർക്ക് ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്യുന്നുണ്ട്. നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ ഇത് യൂസ് ചെയ്യാനായിട്ട്. നാച്ചുറൽ മെറ്റീരിയൽസ് മാത്രം വെച്ചിട്ടാണ് ഇവരുടെ പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രോഡക്റ്റ്സ് ഒക്കെ നോൺ ടോക്സിക് ആണ് കേട്ടോ. അപ്പോൾ പ്രോഡക്റ്റ്സ് ഞാൻ ടാഗ് ചെയ്യുന്നുണ്ട്. ഇതിനി നമ്മൾ വറുത്തെടുക്കാനായിട്ട് പോകുന്നത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ. നന്നായിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് വറുത്ത് കോരാം. മീഡിയം ഫ്ലെയിമിൽ ഏതാണ്ട് ഒരു 3 മിനിറ്റിൽ തന്നെ നമുക്കിത് വറുത്ത് കിട്ടുവേ. ഇതിലേക്ക് നമുക്ക് 1-2 കാര്യങ്ങളും കൂടെ ചേർക്കാനുണ്ട്. നമ്മൾ ആ ബാക്കി വന്ന മസാലയില്ലേ അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കറിവേപ്പിലയും ഒരു 2-3 ഉണക്കമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് തിരുമിയെടുത്ത ശേഷം ഇതുകൂടെ ആ എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിൽ വറുത്തെടുക്കുന്ന ആ തേങ്ങാക്കൊത്തിന് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യരുത്. ഇതിനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ ബീഫ് ഡ്രൈ ഫ്രൈ റെഡിയാണ്. ഇതിൽ നമ്മൾ ഇഞ്ചിയോ വെളുത്തുള്ളിയോ സവോളയോ ഉള്ളിയോ ഒന്നും ചേർക്കുന്നില്ല. ഗരം മസാലയുടെ ആ ഒരു ടേസ്റ്റാണ്. അതുകൊണ്ട് പറ്റുമെങ്കിൽ ആ ഗരം മസാല വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ.